ഗൈസ് നമ്മളും കണ്ടുട്ടോ 12 വർഷത്തിലൊരിക്കൽ മാത്രം പൂക്കുന്ന നീലക്കുറിഞ്ഞി. ഒരു മല മൊത്തം ഇങ്ങനെ പൂത്ത് നിൽക്കുകയാണ്. ഹലോ നമസ്കാരം. കുറേ ആയി ഒരു ലെങ്തി വീഡിയോ ഒക്കെ ചെയ്തിട്ട്. ഇന്ന് നമ്മൾ നമ്മുടെ ഗൂഡല്ലൂർ നീലക്കുറിഞ്ഞി പൂക്കുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോൾ, പൂത്തിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോൾ അതൊന്ന് ഫാമിലി ആയിട്ട് പോയിട്ട് കാണാം എന്ന് വിചാരിച്ചിറങ്ങിയതാണ്. അപ്പോൾ നമ്മൾ ഓൺ ദ വേയിലാണ്. ചുരം ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുകയാണ്. നാടുകാണി ചുരം കയറിയിട്ട് വേണം അങ്ങോട്ട് എത്താൻ. അപ്പോൾ ഓൺ ദ വേയിലാണ്. നല്ല പ്രകൃതി, നല്ല അറ്റ്മോസ്ഫിയർ, നല്ല ക്ലൈമറ്റ്, നല്ല തണുത്ത അന്തരീക്ഷമാണ്. ഓവർ ചൂടില്ല, വെയിലില്ല, നല്ല മഴ. എന്നാൽ മഴ ഉണ്ടോയെന്ന് ചോദിച്ചാൽ മഴയില്ല, പക്ഷേ നല്ല തണുത്ത കാം ആൻഡ് ക്വയറ്റ് അന്തരീക്ഷം. അപ്പോൾ ഇതിലൂടെ ഇങ്ങനെ ചുരം കയറിപ്പോകാൻ നല്ല രസമാണ്. പാട്ടൊക്കെ ഇട്ട് ഇങ്ങനെ നല്ല കാം മൂഡിൽ. അപ്പോൾ നമ്മളിങ്ങനെ പോയിട്ട് അവിടെ എത്തുമ്പോൾ അവിടുത്തെ കാഴ്ചകളൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ കീപ് വാച്ചിങ്. നമ്മൾ വഴിക്കട വഴി നാടുകാണി ചുരം കയറിയിട്ടാണ് നമ്മൾ പോകുന്നത്. ഈ ചുരം കയറുക എന്ന് പറയുന്നത് തന്നെ നല്ലൊരു എക്സ്പീരിയൻസ് ആണ് കേട്ടോ. ചിലരൊക്കെ, ഞങ്ങളൊക്കെ പലപ്പോഴും വെറുതെ ഒരു ചായ കുടിക്കാൻ, നാടുകാണിയിലെ ചായ കുടിക്കാൻ വരെ ജസ്റ്റ് ഇങ്ങോട്ട് കയറി വന്നിട്ട് ആ ഒരു ചായ എക്സ്പീരിയൻസ് ചെയ്ത് പോകാറുണ്ട്. ഞാൻ പറഞ്ഞ പോലെ ഇതൊരു വ്യത്യസ്തമായൊരു എക്സ്പീരിയൻസ് ആണ്. റോഡിൻ്റെ രണ്ട് സൈഡിലും മരങ്ങൾ, നല്ല ക്ലൈമറ്റ്. അപ്പോൾ ഒരു ചെറിയ ചാറ്റൽ മഴയൊക്കെ ഉണ്ടെങ്കിൽ പെർഫെക്റ്റ് ആയിരിക്കും. അതേപോലെ നമ്മളീ പോകുന്ന വഴിക്ക് ചെറിയ ചെറിയ മൃഗങ്ങളൊക്കെ എന്തായാലും നമുക്ക് കാണാൻ പറ്റും. മങ്കീസിനൊക്കെ എന്തായാലും കാണാൻ പറ്റും. ഭാഗ്യമുണ്ടെങ്കിൽ മറ്റെന്തെങ്കിലുമൊക്കെ മൃഗങ്ങളെയും കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ ഏകദേശം നമ്മുടെ സ്പോട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. ഈ നീലഗിരി പൂത്തത് കാണാൻ വരുന്നവരോട് പറയാനുള്ള പ്രധാനപ്പെട്ട 2 കാര്യങ്ങൾ. ഇത് ഇവിടെ ഈ ഗൂഡല്ലൂർ ഭാഗത്ത് 2-3 സ്പോട്ടുകളിലാണ് ഇതുള്ളത്. അതൊന്ന് നമ്മളെല്ലാവരും വീഡിയോസിലും റീൽസിലൊക്കെ കണ്ടിട്ടുള്ള എല്ലമല എന്ന് പറഞ്ഞൊരു സ്പോട്ടാണ്. പക്ഷെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ സാധാരണ വരുമ്പോൾ, ഈ ഇടയിട്ട് വരുമ്പോൾ മിക്കവാറും ഈ സ്പോട്ടുകളൊക്കെ പോലീസ് ബ്ലോക്ക് ചെയ്യുന്നുണ്ട്. അത് വൈൽഡ് ആനിമൽസിൻ്റെ പേടിച്ചിട്ടാണ് ഇവരിത് ബ്ലോക്ക് ചെയ്യുന്നത്. അപ്പോൾ ഈ എല്ലമലയിൽ എന്തായാലും ഞങ്ങൾ വന്നപ്പോൾ ഞങ്ങളെ കടത്തി വിട്ടില്ല. അതുകൊണ്ടാണ് പിന്നീടുള്ള അടുത്ത സ്പോട്ട് എന്ന് പറയുന്നത് ഗൂഡല്ലൂർ റൂട്ടിലുള്ള പള്ളിപ്പടി ജുമാ മസ്ജിദിൻ്റെ അവിടെ നിന്ന് നമ്മൾ അങ്ങോട്ട് കയറുമ്പോൾ, ചുരം കയറി പോകുമ്പോൾ ഇടത്തോട്ടൊരു റൂട്ടാണുള്ളത്. ഇവിടെയും രാവിലെ ചെന്നപ്പോൾ അത് ബ്ലോക്കായിരുന്നു. പിന്നീട് നമ്മൾ റിട്ടേൺ അടിച്ച് വരുന്ന സമയത്ത് ആളുകൾ ഇങ്ങനെ വരുന്നത് കണ്ടപ്പോൾ ചോദിച്ചു. അപ്പം വണ്ടികൾ പോയി കഴിഞ്ഞാൽ ബുദ്ധിമുട്ടും, ചെറിയ റോഡാണ്, അപ്പോൾ ബ്ലോക്ക് ആവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ അതിൻ്റെ തൊട്ടടുത്തുള്ള ഒരു പെട്രോൾ പമ്പുണ്ട്, അവിടെ പാർക്ക് ചെയ്തിട്ട് പിന്നീട് നടന്നാണ് പോയതാണ്. ആ നടന്നു പോകുന്ന വഴിയാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. കണ്ടോ, ഇപ്പോൾ നമ്മൾ ഏകദേശം ഇവിടെ എത്തി. ഈ ഒരു മലേൻ്റെ ഇവിടെ ഒരു മലയിലാണ്, ഈ ഒരു മൗണ്ടൈനിലാണ് ഈ നീലക്കുറിഞ്ഞി പൂത്ത് കിടക്കുന്നത്. അപ്പോൾ അതിൻ്റെ തൊട്ട് താഴെ എത്തിയിട്ടുണ്ട്. നല്ല ക്രൗഡ് ഉണ്ട് കേട്ടോ. ഇപ്പോൾ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ നല്ല ക്രൗഡുണ്ട്. അവരിങ്ങനെ ആളുകളിങ്ങനെ വന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്. കണ്ടോ, ഇപ്പോൾ നമ്മൾ ഏകദേശം മല കയറിക്കൊണ്ടിരിക്കുകയാണ്. ഇതിൽ രസകരമായൊരു സംഭവം എന്ന് വെച്ചാൽ, ഈ നീലക്കുറിഞ്ഞി പൂത്തത് കാണാൻ വരുന്നവരൊക്കെ തന്നെ ഇവിടുന്ന് ഒരു കയ്യിൽ പൂവും പറിച്ചിട്ടാണ് പോകുന്നത്. ആക്ച്വലി ഇറ്റ്സ് നോട്ട് എ ഗുഡ് ഹാബിറ്റ്. കാരണം നമ്മൾ പൂവും ചെടികളൊക്കെ അങ്ങനെ കാണുന്നതാണ് അതിൻ്റെ ഒരു ഭംഗി. അപ്പോൾ അത് പറിച്ചിട്ട് നശിച്ച് പോയി കഴിഞ്ഞാൽ പിന്നീട് വരുന്നവർക്ക് ഇത് കാണാനുള്ളൊരവസരം ഉണ്ടായിക്കൊണ്ടെന്നില്ല. കണ്ടോ, അത്രയും ആളുകളാണ്. ഈ വരുന്നവരൊക്കെ പൂ പറിച്ചിട്ട് പോയാൽ പിന്നെ അവിടെ പൂ ബാക്കി ഉണ്ടാവുമോ? എന്തായാലും ഈ രസകരമായിട്ടുള്ള ഒരു വിഷ്വൽ ഇപ്പോൾ ഇപ്രാവശ്യം നാട്ടിൽ വന്നപ്പോൾ ഇത് കാണാനൊരു അവസരം കിട്ടിയതിൽ നല്ല സന്തോഷമുണ്ട്. അപ്പോൾ ഇതാണ് ഗൈസ് നീലക്കുറിഞ്ഞി പൂത്തത് എന്ന് പറയുന്നത്. ഇവിടെ വന്നപ്പോൾ നമ്മൾ ഇത് കേട്ടപ്പോൾ വളരെ ഒരു സംഭവമായിട്ട് തോന്നിയായിരുന്നു. പക്ഷേ ഈ ഒരു സ്പോട്ടിൽ എത്തുമ്പോൾ എനിക്ക് അത്രയും അങ്ങോട്ട് വലിയൊരു സംഭവമായിട്ട് എൻ്റെ കണ്ണിന് തോന്നിയിട്ടില്ല. എനിവേ നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. ഇവിടെ ഇങ്ങനെ എന്താ പറയുക, പൂക്കളിങ്ങനെ വന്ന് തുടങ്ങുന്നുള്ളൂ, അതോ എനിക്കിത് ശരിക്കും പൂക്കാത്തതുകൊണ്ടാണോ എന്ന് എനിക്കറിയില്ല. പക്ഷേ ഓവറോൾ നൈസ് എക്സ്പീരിയൻസ് ആണ്. ഒരുപാട് ജനങ്ങൾ ഇവിടെ വന്നിട്ടുണ്ട്. മാത്രമല്ല ഇത് 12 വർഷത്തിലൊരിക്കൽ മാത്രം സംഭവിക്കുന്ന ഒരു പ്രതിഭാസമാണ്. അപ്പോൾ ഇത് മിസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾക്കിനി അടുത്ത 12 വർഷം വരെ കാത്തിരിക്കേണ്ടി വരും. അപ്പം ഇതുവരെ ഇത് എക്സ്പീരിയൻസ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഈ വഴിയൊക്കെ വരിക, ഇത് ഒക്കെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യുക. ഞാൻ 1-2 സ്പോട്ടുകളുടെ ലൊക്കേഷൻ ഡിസ്ക്രിപ്ഷനിൽ മെൻഷൻ ചെയ്യാം. അത് യൂസ് ചെയ്തിട്ട് നിങ്ങൾ വരാം. അപ്പോൾ നിങ്ങൾ പ്രതീക്ഷിക്കേണ്ടത് എപ്പോഴും ഇവിടെ വന്നിട്ട് ഇത് കാണാൻ പറ്റിക്കൊള്ളണമെന്നില്ല. ചിലപ്പോൾ പോലീസ് ഇങ്ങോട്ട് കടത്തി വിടാനുള്ള ചാൻസ് കുറവാണ്. കാരണം തമിഴ്നാട് പോലീസ് ഈ ഒരു കാര്യത്തിൽ കുറച്ച് സ്ട്രിക്റ്റാണ്. കാരണം ആനകളൊക്കെ ഇറങ്ങുന്ന സ്ഥലമാണ്. അതുകൊണ്ടായിരിക്കാം അവർ സ്ട്രിക്റ്റ് ആവാൻ കാരണം. കണ്ടോ, ഇതിങ്ങനെ പൂത്ത് നിൽക്കുമ്പോൾ ഈ ഒരു മല, ഈ ഒരു മൗണ്ടൈൻ കാണുമ്പോൾ ഉള്ളൊരു അവസ്ഥ ഇങ്ങനെയാണ്. ഒരു ഏക്കർ കണക്കിന് മല ഇങ്ങനെ ഈ ഒരു ഫ്ലവർ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ്. അത് കാണുക എന്ന് പറയുന്നത് ഒരു വ്യത്യസ്തമായിട്ടുള്ളൊരു അനുഭവം തന്നെയാണ്. ഒരുപാട് ആളുകളുണ്ട്. സത്യം പറഞ്ഞാൽ ഇവിടെ ഈ നീലക്കുറിഞ്ഞിയേക്കാളിലും കൂടുതൽ ഇപ്പോൾ ആളുകളാണ്.
കണ്ടോ നല്ലൊരു ഇപ്പോൾ നമ്മളിത് ഇങ്ങനെ ക്ലോസ് ആയിട്ട് കാണുമ്പോൾ അത്ര ഒരു ഇതായിട്ട് തോന്നില്ലെങ്കിൽ കുറച്ച് ഇറങ്ങി നിന്നിട്ട് ആ ഒരു ഓവറാൾ വിഷ്വൽസ് കാണുമ്പോൾ ആ ഒരു ഓവറാൾ കാഴ്ച കാണുമ്പോൾ നല്ലൊരു രസമാണ് അത് കാണുന്നത്. കണ്ടോ ഇത്രയും ആളുകൾ ഇവിടെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്, അവരിങ്ങനെ തുടർച്ചയായിട്ട് വന്നുകൊണ്ടേയിരിക്കുകയാണ്. ഇതിൻ്റെ മുകളിലെത്തുമ്പോൾ പോലീസ്, ഇവിടുത്തെ തമിഴ്നാട് പോലീസ് അതിൻ്റെ ഒരു അതിര് വിട്ട് നമ്മളെ പോകാൻ സമ്മതിക്കില്ല, കാരണം ആനകളൊക്കെ ഇറങ്ങുന്ന സ്ഥലമാണ് ഞാൻ പറഞ്ഞ പോലെ. അപ്പം ഇവിടേക്ക് വന്നിട്ട് ഈ ഒരു ഞാൻ പറഞ്ഞ പോലെ 12 വർഷത്തിൽ ഒരിക്കൽ മാത്രം സംഭവിക്കുന്ന ഒരു പ്രതിഭാസമായതുകൊണ്ട് ഇവിടെ വന്നിട്ട് ഇത് എക്സ്പീരിയൻസ് ചെയ്ത് ഇവിടുന്ന് കുറേ ഫോട്ടോസ് എടുക്കുന്ന, വീഡിയോസ് എടുക്കുന്ന, റീൽസ് എടുക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. ഇപ്പം ഞാൻ അറിഞ്ഞത് ചില സ്ഥലങ്ങളിലൊക്കെ ഇതിലും നല്ല കട്ടയ്ക്ക് നല്ല നീല കളറുള്ള കുറച്ചുകൂടെ തിക്കായിട്ടുള്ള മൗണ്ടെയിൻസും മലകളൊക്കെ ഉണ്ടാവാറുണ്ട്. ഇവിടെ എനിക്ക് തോന്നുന്നു ആ ഒരു തോതിൽ ഇതില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്ക് പേഴ്സണലി തോന്നിയതാണ് കേട്ടോ. പക്ഷെ എന്നാലും നൈസാണ്. അപ്പോൾ ഈ വീഡിയോസിൽ അല്ലെങ്കിൽ ഫോട്ടോസിലൊക്കെ കാണുന്നതിനേക്കാട്ടിലും നൈസ് എക്സ്പീരിയൻസ്, അതൊരു എക്സ്പീരിയൻസ് ചെയ്യണം. അത് ഡയറക്റ്റ് വന്നിട്ട് കാണുമ്പോൾ തന്നെയാണ് അതിൻ്റെ റിയൽ ആയിട്ടുള്ള ആ ഒരു പ്രതിഭാസം, ആ ഒരു നീലക്കുറിഞ്ഞി പൂത്ത് നിൽക്കുന്നത് നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യുമ്പോൾ അത്രയും അതിൻ്റെ ഒരു ഫീല് നമുക്ക് കിട്ടുള്ളൂ. ഞങ്ങൾ ഫാമിലി എല്ലാവരും ഉണ്ടായിരുന്നു, സിസ്റ്റർ, കുട്ടികൾ, ഞാൻ, അമ്മ, എല്ലാവരും ഉണ്ടായിരുന്നു. കുട്ടികളൊക്കെ തന്നെ എല്ലാവരും ഹാപ്പിയാണ്. അവർക്ക് ഇത്രയും ദൂരം നടന്ന് കയറിയോണ്ട് ഒരു സ്പെഷ്യൽ എക്സ്പീരിയൻസ് ആയിട്ട് അവർക്ക് ഫീൽ ചെയ്തിട്ടുണ്ടാവും. പിന്നെ ഇവിടെ വന്നിട്ട് ഈ മലയുടെ മുകളിൽ ഇത്രയും ആൾക്കൂട്ടത്തിൽ ഇതൊക്കെ കാണുക എന്നൊക്കെ പറയുന്നത് ഒരു പ്രത്യേക അനുഭവം തന്നെയല്ലേ. വരുന്നവരുടെയൊക്കെ കയ്യിൽ ഫ്ലവേഴ്സ് ഉണ്ട്. ഈ ഒരു ഈ ചെടി അടക്കം ചിലവരൊക്കെ വേറെ അടക്കം പറിച്ചിട്ടുണ്ട്. അത് ഇതിനോട് ഞാൻ യോജിക്കുന്നില്ല. എൻ്റെ കൂടെ വന്ന കുട്ടികളും ചിലരൊക്കെ പറിച്ചിട്ടുണ്ട്, പക്ഷേ ഞാൻ അതിനോട് യോജിക്കുന്നില്ല. ഞാൻ പറഞ്ഞ പോലെ അത് അതേപോലെ കാണുന്നതാണ് അതിൻ്റെ ഒരു ഭംഗി. അപ്പോൾ ഞാൻ ഏകദേശം അവസാനിപ്പിക്കുകയാണ്. ഇൻ കേസ് ഇവരെ വന്ന് ഈ ഒരു പ്രതിഭാസം, ഈ ഒരു പൂത്തത് നിങ്ങൾക്ക് അത്രയും എക്സ്പീരിയൻസ് അത്രയും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും, പക്ഷേ ഇവിടെ ഈ മലേൻ്റെ മുകളിലൊക്കെ വന്നിട്ടുള്ള ഒരു കാഴ്ച, ഓവറോൾ വ്യൂ എന്ന് പറയുന്നത് വളരെ നൈസാണ് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട 2-3 കാര്യങ്ങൾ തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ട്, അത് ശ്രദ്ധിക്കുക. കണ്ടോ ഈ ഒരു മലമുകളിൽ നിന്നുള്ള വ്യൂ ആണ്, ഒരു ഓവറോൾ വ്യൂ ആണ് ഞാനിപ്പോൾ ഇങ്ങനെ കാണിച്ചു തരുന്നത്. നല്ല രസമാണ് കേട്ടോ ഇവിടെ വന്നിട്ട് ഫോട്ടോ എടുക്കാനും വീഡിയോസ് എടുക്കാനും ഒക്കെ. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ 1-2-3 സ്പോട്ടുകളുണ്ട്. അതിൽ ചിലതിലൊക്കെ ബ്ലോക്ക് ആവാൻ ചാൻസ് ഉണ്ട്. അത് ശ്രദ്ധിച്ച് പ്രതീക്ഷിച്ച് വരിക.